ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഇൻഫർമേഷനായിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് എങ്ങനെ ഒരു RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എയർ സുവിധ എന്നുള്ളൊരു പോർട്ടലിലോട്ട് അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകേണ്ട എല്ലാവരും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പോഴത്തെ പുതിയ റൂള് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കോവിഡിൻ്റെ കേസസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലേക്ക് പോകേണ്ട എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു 72 hours മുമ്പേലും ഡേറ്റഡ് ആയിരിക്കണം. എയർ സുവിധയിൽ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഗൂഗിളിൽ പോയിട്ട് നമുക്ക് എയർ സുവിധ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതിൽ വരുന്ന ആദ്യത്തെ ലിങ്കിനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ റീഡയറക്റ്റ് ചെയ്യുന്നത് ഈ ഒരു പേജിലേക്കാണ്. ഇതാണ് സെൽഫ് ഡിക്ലറേഷൻ ഫോം ഫോർ ഓൾ ഇൻ്റർനാഷണൽ അറൈവിംഗ് പാസഞ്ചേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ അവർ പറയുന്നത് എൻ്റർ യുവർ റിക്വസ്റ്റ് നമ്പറാണ്. നമ്മൾ എക്സെപ്ഷൻ എന്തിനേലും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്പറാണ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതില്ലാന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മുടെ കോൺടാക്റ്റ് നമ്പറും നമ്മുടെ പാസ്പോർട്ട് നമ്പറും ഫ്ലൈറ്റ് നമ്പറും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന PNR നമ്പർ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു നമ്പറാണ്. അത് കമ്പൽസറി ഇല്ല. ഫ്ലൈറ്റ് നമ്പറും കോൺടാക്റ്റ് നമ്പറും പാസ്പോർട്ട് നമ്പറും മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഈ ഒരു പേജിലേക്കാണ്. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാം. ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇപ്പോൾ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ഫ്ലൈറ്റ് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തത് സീറ്റ് നമ്പർ, ഏത് സീറ്റാണോ നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു സീറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന നമ്പേഴ്സാണ്. പിന്നെ PNR നമ്പറും അതും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നമ്പർ കിട്ടും. ആ ഒരു നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യ എന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത പാസ്പോർട്ട് നമ്പർ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പാസ്പോർട്ട് കോപ്പി ഇവിടെ അപ്ലോഡ് ചെയ്യണം. അത് JPEG അല്ലെങ്കിൽ PDF ഫോർമാറ്റിൽ 1 MB ഫയൽ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സ്ക്രോൾ ചെയ്യുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് അറൈവലാണ്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ആ ഒരു ഡേറ്റ് ഇതിൽ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺട്രി ഓഫ് ഒറിജിൻ, നമ്മൾ എവിടെ നിന്നാണോ ഫ്ലൈറ്റ് കയറുന്നത് ആ ഒരു കൺട്രി, സൗദി അറേബ്യ എന്നാണ് കയറുന്നത് വെച്ചാൽ അവിടെ സൗദി അറേബ്യ എന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവർ ചോദിക്കുന്നത് ആർ യു ടേക്കിംഗ് എ കണക്റ്റീവ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്, നാട്ടിൽ ഇപ്പോൾ മുംബൈയിലോ ഡൽഹിയിലോ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ നാട്ടിലേക്ക് കണക്റ്റീവ് ഫ്ലൈറ്റ് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് യെസ് ആണെന്നുണ്ടെങ്കിൽ യെസ്, നോ ആണെന്നുണ്ടെങ്കിൽ നോ എന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അവർ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അതും 72 hours ഡിപ്പാച്ചറിന് മുമ്പുള്ള ഡേറ്റ് ആയിരിക്കണം. പിന്നെ JPEG ആൻഡ് PDF ഫോർമാറ്റിൽ 1 MB ഫയലായിരിക്കണം നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ അവരടുത്ത് ചോദിക്കുന്നത് സിറ്റി ഓഫ് ഒറിജിനാണ്. നമ്മൾ എവിടെ നിന്നാണോ ഫ്ലൈറ്റ് കയറുന്നത് ആ ഒരു സിറ്റിയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ദമാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഫസ്റ്റ് എയർപോർട്ട് ഓഫ് എൻട്രി, ഇപ്പോൾ നമ്മൾ ഏത് എയർപോർട്ടിലാണോ ചെന്ന് ഇറങ്ങുന്നത് അത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് എയർപോർട്ട് ഓഫ് എൻട്രി സ്റ്റേറ്റ്, അത് കേരള നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ ചൂസ് ചെയ്തോളും. പിന്നെ അടുത്തത് ഫൈനൽ ഡെസ്റ്റിനേഷൻ, നിങ്ങളുടെ അഡ്രസ്സ് മൊത്തം ഹൗസ് നമ്പർ, സ്ട്രീറ്റ്, വില്ലേജ് അല്ലെങ്കിൽ തഹസിൽദാർ, അതായത് നിങ്ങളുടെ താലൂക്ക്. പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ് കേരള എന്ന് ചൂസ് ചെയ്യുക. പിന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഡിസ്ട്രിക്ട് ഓർ സിറ്റി, ഡിസ്ട്രിക്ട് ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പിൻകോഡും കോൺടാക്റ്റ് നമ്പർ നേരത്തെ കൊടുത്തിട്ടില്ലേ അതും ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം അവർ ചോദിക്കുന്നത് നിങ്ങളുടെ ആൾട്ടർനേറ്റീവ് കോൺടാക്റ്റ് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഇമെയിൽ IDയും. അതിനുശേഷം അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. എന്തെങ്കിലും സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. പനി, ചുമ, റെസ്പിറേറ്ററി ശ്വാസം തടസ്സം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യെസ്, അതല്ല എന്നുണ്ടെങ്കിൽ നോ. പിന്നെ വേറെ എന്തെങ്കിലും ഡയബറ്റിസ്, BP, ആസ്മ, ക്യാൻസർ അല്ലെങ്കിൽ അണ്ടർ ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പി, പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡീറ്റെയിൽസ് ഓഫ് ദി സിറ്റീസ് ഓഫ് കൺട്രീസ് ലാസ്റ്റ് വിസിറ്റഡ് ഇൻ 14 days. അപ്പോൾ കഴിഞ്ഞ 14 ദിവസമായിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് കൺട്രിയിലാണ് നിൽക്കുന്നത് ആ ഒരു രാജ്യത്തിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഹൗ മെനി പാസഞ്ചേഴ്സ് ആർ ട്രാവലിംഗ്, ഒരാളുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അടുത്ത അഗ്രിമെൻ്റൊക്കെ ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് അടിക്കാം. അതല്ല ഇനി 2, 3, 4 പാസഞ്ചേഴ്സ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങളിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം അവർക്കും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ താഴെ 3 അഗ്രിമെൻ്റ് ഉണ്ട്. ആ ഒരു 3 അഗ്രിമെൻ്റ്
ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇത് സബ്മിറ്റ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് രജിസ്റ്റർ ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ്.